അതെ, ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങളൊരു പിറന്നാൾ സദ്യ ഉണ്ടാക്കുന്നുണ്ട്. ഊണ് കഴിക്കാൻ അവന്തിയെ ഞങ്ങൾ ഒഫീഷ്യലായിട്ട് ക്ഷണിക്കുക. വരണം അല്ലേ അമ്മ? അതെ, തീർച്ചയായിട്ടും വരണം. ശരി, ക്ഷണം സ്വീകരിച്ചിരിക്കുന്നു. പോരെ? ആ അവന്തിക എപ്പോ വന്നു? ഞാനിപ്പോ വന്നേ ഉള്ളൂ. മോൾക്ക് കുറച്ച് ഡ്രസ് എടുക്കാൻ വന്നതാ. എനിവേസ് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഞാൻ പറഞ്ഞതാ. എടോ, ഇതെങ്ങനുണ്ട്? കൊള്ളാം. ഇത് മതി. നേരത്തെ നോക്കിയതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാ. അങ്ങനെയാണെ പിന്നെ ഇതങ്ങ് സെലക്ട് ചെയ്യാം. എന്താ? ആരുടെ സെലക്ഷൻ? സമൃദ്ധയുടെ ആണോ? അതെ, ഇന്ന് ഞാൻ ഒരു അക്ഷരവും വേണ്ടിയിട്ടില്ല. ഇയാളാ സെലക്ട് ചെയ്തത്. ഞാൻ ദേ ട്രയൽ ചെയ്യുന്നത് മാത്രം. ബാക്കിയെല്ലാം ഇയാളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തിരിക്കുക. ആ, അതല്ലേലും അങ്ങനെ തന്നെ വേണമല്ലോ. ബർത്ത്ഡേ ദിവസം ഭാര്യയും ഭർത്താവും പരസ്പരം അവരവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതല്ലേ അതിന്റെ ഒരു ഭംഗി. ആ, ഇത് വെറും ഒരു ഡ്രസ്സ് മാത്രമല്ലല്ലോ. സമൃദ്ധിക്ക് ഗോകുലിനോടുള്ള എല്ലാ ഇഷ്ടവും ഈ ഡ്രസ്സിലുണ്ട്. അല്ലേ സമൃദ്ധ? ഇഷ്ടമില്ലാതെ ആരെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുവോ? നമുക്ക് വേറെ ഒന്ന് രണ്ടെണ്ണം കൂടി നോക്കാം. ഇത് മതി. പോരാ, ഇന്ന് ഞാൻ പറയുന്ന കേട്ടേ പറ്റൂ. ഇത് മതിയടോ. നീ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഇന്ന് അവളുടെ ഇഷ്ടം സമ്മതിച്ചു കൊടുക്ക്. അത് തന്നെ. ഇന്ന് പിറന്നാളുകാരെ മിണ്ടാതിരിക്കുന്നു, ഭാര്യ സെലക്ട് ചെയ്തു. അമ്മ എന്താ ആലോചിക്കുന്നത്? ഗോകുലിന്റെയും സമൃദ്ധയുടെയും കാര്യം ആലോചിച്ചിട്ടാണോ അമ്മയ്ക്ക് വിഷമം? എല്ലാ അമ്മമാർക്കും എപ്പോഴും ആലോചിക്കാനുള്ളത് മക്കളുടെ കാര്യം തന്നെയാ മോളെ. ഗോകുലിന്റെയും സമൃദ്ധയുടെയും കാര്യത്തിൽ എന്തോ ഒരു തടസ്സമുണ്ട്. ആ കല്യാണം നടത്താനായിട്ട് തുടങ്ങുമ്പോഴൊക്കെ ഓരോ കാരണത്താല് അത് തടസ്സപ്പെടുക. അമ്മ അത് വിട്ടേക്ക്. അത് ഞാൻ ഏറ്റെടുത്തു പറഞ്ഞില്ലേ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. അവരുടെ കല്യാണം ഞാൻ നടത്തിത്തരും. അതിന് ഏറ്റവും വലിയ തടസ്സം ഇപ്പോ അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിമാല. അത് മാറ്റാൻ അവൾ സമ്മതിക്കുന്നില്ല. അതൊക്കെ നമുക്ക് ശരിയാക്കാം. അമ്മ വിഷമിക്കണ്ട. അത് നടക്കില്ല മോളെ. ഒരു ദിവസം ആ താലിമാല പൊട്ടി താഴെ വീണപ്പോ ഞാൻ അതെടുത്ത് അലമാരയിൽ വെച്ചു. പുതിയതൊന്നും വാങ്ങാന്ന് ഞാൻ അവളോട് പറഞ്ഞു. എന്നിട്ടോ അവള് സമ്മതിച്ചില്ലേ? സമ്മതിച്ചില്ലെന്ന് മാത്രല്ല, ആ താലിമാല കഴുത്തിന്ന് ഒരു വീണപ്പം മുതല് അവൾക്ക് സമനില തെറ്റിയ പോലെയായിരുന്നു. എന്റെ കയ്യിൽ നിന്ന് ആ പഴയ മാല നിർബന്ധിച്ചു വാങ്ങി കഴുത്തിലിട്ടു. ഏതോ പ്രേതബാധ കേറിയതുപോലെ ആ താലിമാല പോയാ അവളുടെ ജീവിതം നഷ്ടപ്പെട്ടെന്ന പോലെയാ അവൾ അന്നേരം പെരുമാറിയത്. അവൾക്ക് ഓർമ്മയുണ്ടോന്ന് പോലും ആ സമയത്ത് ഞാൻ സംശയിച്ചു പോയി. മറ്റു കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെങ്കിലും ആ താലിമാലയുടെ കാര്യത്തിൽ മാത്രം അവള് വാശി പിടിക്കേ. അമ്മ നോക്കിക്കോ, അതേ ഡിസൈനിലുള്ള ഒരു താലിയും മാലയും വാങ്ങിച്ച് അവരറിയാതെ തന്നെ നമുക്ക് ആ കല്യാണം നടത്താം. അതെങ്ങനെയാ? അമ്മേ, ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ വരും. അതെല്ലാം മറികടക്കാൻ പ്രാർത്ഥനകൾ മാത്രം പോരാ, ചില തന്ത്രങ്ങളും ബുദ്ധിയും കൂടി ഉപയോഗിക്കണം. സമൃദ്ധയുടെ കാര്യത്തിൽ പ്രാർത്ഥന കൊണ്ട് മാത്രം ഒന്നും നടക്കില്ല. അല്പം വളഞ്ഞ വഴി ഉപയോഗിച്ചാൽ മാത്രമേ അത് നടക്കൂ. എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് പോലൊക്കെ ഞാൻ നോക്കി. ഗോകുൽ ഇപ്പൊ പറയുന്നത് സമൃദ്ധയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടി എല്ലാം മനസ്സിലാക്കി കല്യാണം കഴിച്ചാൽ മതിയെന്ന്. അതൊരിക്കലും നടക്കില്ലമ്മേ. എല്ലാം മനസ്സിലാക്കി അവള് തിരിച്ചു പോവും. എങ്ങോട്ട്? അവള് എവിടെ നിന്ന് വന്നോ അങ്ങോട്ടേക്ക്. ഓർമ്മ തിരിച്ചു കിട്ടുമ്പോ എന്തായാലും അവക്ക് അവളുടെ പഴയ ഭർത്താവിനെയും ബന്ധുക്കളെയും എല്ലാം ഓർമ്മ വരില്ലേ? അപ്പൊ പിന്നെ അവക്ക് തിരിച്ചു പോയല്ലേ പറ്റൂ. ഇത്രയും കാലം അവളെ അന്വേഷിച്ചു വരാത്ത ബന്ധുക്കളുടെ അടുത്തേക്ക് അവളിനി തിരിച്ചു പോവൂ? ഒരുപക്ഷെ അവളുടെ ഭർത്താവ് ഇപ്പോഴും അവളെ അന്വേഷിച്ച് നടക്കുകയാണെങ്കിലോ? ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് അവനെ കണ്ടുമുട്ടിയാലോ? എന്റെ പൊന്നുമോളെ, എനിക്കത് ഓർക്കാൻ കൂടി പറ്റുന്നില്ല. ഒരുപാട് കാലം മുമ്പ് നഷ്ടപ്പെട്ട ഭാര്യയെ തിരിച്ചു കൊണ്ടുപോകാൻ അയാൾക്ക് സാധിക്കും. നിയമവും കോടതിയും എല്ലാം അയാളുടെ കൂടെ നിൽക്കും.
അല്ല, ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുമ്പോ ഭാര്യയും ഭർത്താവും ഒരുമിച്ചല്ലേ നിൽക്കേണ്ടത്? സമൃദ്ധ ഗൂഗിളിന്റെ അടുത്തേക്ക് നിക്ക്. മുളിങ്ങി വാ, ചെല്ല്. ഇനി ഗൂഗിള് കേക്ക് കട്ട് ചെയ്തോ. ആ Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. സമൃദ്ധ ആദ്യം ഗൂഗിളിനോടുക്ക്. Many, many happy returns of the day, Gokul. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ഗോകുൽ. താങ്ക് യു.